എൻ്റെ പൊന്നു ഷീതു, നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളെ കണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അവൻ കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. കാരണം കാറിൽ കയറിയപ്പോൾ മുതൽ അവൾ വേറെ എന്തൊക്കെയോ ചിന്തയിലാണ്. എനിക്ക് നിന്നെ വഴക്കു പറയുന്നതോ നിന്നോട് ദേഷ്യപ്പെടുന്നതോ തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് ഞാൻ ഇത്ര ക്ഷമ കാണിക്കുന്നത്. അതെപ്പോഴും ഉണ്ടാകുമെന്ന് കരുതല്ലേ, അവൻ താക്കീതോടെ പറഞ്ഞു. ഇച്ചായ, എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. ആ കോളേജിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു നെഗറ്റീവ് മൈൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു എന്നെ അറിയുന്ന ആരെങ്കിലും ആ കോളേജിൽ ഉണ്ടാകുമെന്ന്. ഇതിപ്പോൾ ഇച്ചായനോട് അവൾക്കുണ്ടായിരുന്ന ഭ്രാന്ത് ഇച്ചായനും അറിയില്ലേ? അവൾ പേടിയോടെ അവനെ നോക്കി പറഞ്ഞു. ഓ പിന്നെ, അതൊക്കെ ഒരു പ്രായത്തിൽ എല്ലാവർക്കും പരസ്പരം തോന്നുന്നതാ. അതിപ്പോൾ എല്ലാ കാലവും അതുപോലെ നിൽക്കുമോ? അവളിപ്പോൾ കോളേജിലൊക്കെ കയറിയതല്ലേ, അതും ഡിഗ്രി കഴിഞ്ഞ് PG ആയ വയസ്സായി. ഇപ്പോഴും അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവളിപ്പോൾ ആരെങ്കിലും പ്രേമിച്ച് സെറ്റായി കാണും. അവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. എന്നാൽ ഷീതു ഒരിക്കലും അങ്ങനെ വിചാരിച്ച് സമാധാനപ്പെട്ടിരുന്നില്ല. കാരണം സോണി എങ്ങനെയാണ് ചാർലിയെ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. റയാൻ കുഞ്ഞിനെ കൊണ്ട് തിരികെ വീട്ടിലെത്തി. റിയയെ കണ്ട് സംസാരിക്കണമെന്നും അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് മാപ്പ് ചോദിക്കണമെന്നും റയാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇസു, റയാപ്പം മുകളിലോട്ടൊന്ന് പോകുവാണേ, മോൾ ഇവിടെ തന്നെ ഇരുന്ന് കാർട്ടൂൺ കാണണേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അവൻ കുഞ്ഞിനോട് പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. TV വെച്ച് കൊടുത്തതിന് ശേഷം അവളെ സോഫയിലേക്ക് ഇരുത്തിയിട്ട് അവൻ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും അടുക്കളയിൽ മമ്മിയും സഹായത്തിനായി നിൽക്കുന്ന ചേച്ചിയും എന്ന് സംസാരിക്കുന്നത് അവൻ കേട്ടു. റിയമോള് കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. കുട്ടികൾ തമ്മിൽ എന്തോ നിസ്സാരക്കാര്യത്തിന് സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. ഇപ്പോൾ അവള് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. ചാർലി ഷീതുമോളും വന്നതിന് ശേഷം പോകുന്ന കാര്യം അവരോട് പറയണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അവൻ്റെ മമ്മി അവിടെ സഹായത്തിനായി നിൽക്കുന്ന ചേച്ചിയോടായിട്ടാണ് ഇത് പറയുന്നത്. ആ മോളൊരു പാവമാണല്ലോ, എന്നോട് എന്ത് കാര്യത്തിലാണെന്നറിയോ സംസാരിക്കുന്നേ? ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതാണെന്ന് അതിൻ്റെ സംസാരത്തിൽ നിന്ന് തോന്നാറേ ഇല്ല. ഷീതുമോളെ പോലെ തന്നെയാ, ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ എന്നെ ആ കുഞ്ഞ് കാണുന്നത്. ആ കുഞ്ഞ് അത്രത്തോളം നമ്മുടെ റയാമോനോട് ദേഷ്യപ്പെടണമെങ്കിൽ ആ കുട്ടിക്ക് സങ്കടമുണ്ടാകുന്ന കാര്യം തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അവരും തിരികെ അവൻ്റെ മമ്മിയോട് പറയുന്നത് അവൻ കേട്ടു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ റിയയുടെ മുറിയിലേക്ക് നടന്നത്. അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൻ 2-3 തവണ ഡോറിലൊന്ന് മുട്ടി. 3-ാമത്തെ തവണ മുട്ടാനായി തുടങ്ങിയതും അവൾ ഡോർ തുറന്നതും ഒന്നിച്ചായിരുന്നു. അവനെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താ വേണ്ടത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. റിയ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. അതും പറഞ്ഞവൾ വീണ്ടും ഡോർ അടയ്ക്കാൻ തുടങ്ങി. റിയ, അവൻ ബലമായി ഡോർ അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് വിളിച്ചു. നിനക്ക് എന്താ അറിയാൻ? നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ എൻ്റെ കാര്യത്തിൽ നീ എപ്പോഴും ഇങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്നത്? അവൾ വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. എടി, ഞാൻ അവിടെ വെച്ച് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ സോറി ചോദിക്കുക. ശരിയാ, ഞാനപ്പോൾ ഓവർ റിയാക്ട് ചെയ്തത് തന്നെയാ. നിന്റെ ഫ്രണ്ടിനോട് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ നിന്റെ കവളിൽ അങ്ങനെ തൊടുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതിൽ നിന്നുണ്ടായിപ്പോയതാ. അവൻ വളരെ സൗമ്യമായി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കേട്ടതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ ദേഹത്ത് കൈവച്ച് സംസാരിച്ചാൽ നിനക്കെന്താ അറിയാൻ? അതിന് നിനക്കെന്താ ഇത്ര പൊള്ളാനിരിക്കുന്നേ? നിനക്കെന്നെ കാണുന്നത് കൂടി ഇഷ്ടമല്ല, എൻ്റെ ഡ്രസ്സിങ് ഇഷ്ടമല്ല, എൻ്റെ ഫാഷൻ ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്നത് ഒന്നും തന്നെ നിനക്ക് ഇഷ്ടമല്ല. ദെൻ നിനക്കെന്താ പ്രശ്നം? എൻ്റെ കാര്യത്തിൽ നീ ബോധമിടാകേണ്ട കാര്യം എന്താ അറിയാൻ? അവൾ മാറിൽ കൈകൾ കെട്ടി അവനെ നോക്കി പുരികം പൊക്കി. അത് എനിക്കപ്പോൾ അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാനങ്ങനെ റിയാക്ട് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിൻ്റെ മുൻപിൽ വന്ന് സോറി പറയുന്നത്. പിന്നെ താഴെ മമ്മി പറയുന്നത് ഞാൻ കേട്ടു, നീ ഇവിടെ നിന്നും പോകാൻ പോകുകയാണെന്ന്. അത് ഞാൻ കാരണമാണെങ്കിൽ വേണ്ട. ഞാൻ നിന്നോട് സോറി ചോദിച്ചപ്പോൾ തന്നെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ നീ ഇവിടെ നിൽക്കാതിരിക്കണ്ട. അവൻ അവളെ നോക്കാതെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനതിന് ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. കുറച്ച് ദിവസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം നിൽക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ വീട്ടിൽ നിന്നും തിരികെ പോയേ പറ്റൂ. അത് കുറച്ച് നേരത്തെ ആയാൽ അത്രയും നല്ലതാണെന്ന് കരുതി. ആരുടെ മുഖം കാണണ്ടാലോ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതവൻ കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് മുഖം മാറ്റി. പോകുന്നതും പോകാത്തതൊക്കെ നിന്റെ ഇഷ്ടം. മമ്മി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കാരണമാണെന്ന് തോന്നി. ആ ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ആ നിമ്മി, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. പിന്നെ അവിടെ നിന്നും പോയിരുന്നു. അവൻ പോയതും അവൾ കതകടച്ച് ലോക്ക് ചെയ്തു. ശേഷം കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയതാ നിമ്മി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്താണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. എൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവൻ പെട്ടെന്ന് അവളോട് പറഞ്ഞതും നിമ്മി പുഞ്ചിരിച്ചു.
ആ, എനിക്കും തോന്നിയിരുന്നു നീ ഇന്നാകെ വിഷമത്തിലാണെന്ന്. അതുകൊണ്ടല്ലേ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നിന്നും നീ തിരികെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാനും കരുതി. അവൾ തിരികെ അവനോട് പറഞ്ഞു. ഞാനിന്ന് റിയാക്ട് ചെയ്തത് കുറച്ച് കൂടുതലായിപ്പോയി അല്ലേ നിമ്മി? ആക്ച്വലി ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവൻ അവളോടായിട്ട് പറഞ്ഞു. അതേ റയാൻ, നീ ശരിക്കും പറഞ്ഞ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അവളെ നിനക്ക് പണ്ടേ കണ്ടൂടാലോ? അവൾ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു. അവൻ്റെ മനസ്സറിയുക എന്നൊരു ഊഹം കൂടി അതിലുണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവളത് എടുത്തിട്ടത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല നിമ്മി, എനിക്കവളെ കണ്ടൂടാന്നൊന്നുമല്ല. അവളുടെ ചില രീതികൾ എനിക്കിഷ്ടമല്ല, അത്രേ ഉള്ളൂ. എനിക്ക് നിന്നോടൊരു സ്പെഷ്യൽ സ്നേഹമില്ലേ? അത് നിൻ്റെ ഡ്രസ്സിങ്, നിൻ്റെ പെരുമാറ്റം ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ അവളോട് എനിക്ക് ചെറിയ ദേഷ്യമുണ്ട്. അതല്ലാതെ എനിക്ക് അവളുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ എല്ലാവർക്കും അവളെ ഭയങ്കര കാര്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ ചാർലിച്ചായനും മമ്മിക്കും. റയാൻ, ആ പെണ്ണ് അവൾ നിങ്ങളുടെ വീട്ടിലാണോ നിൽക്കുന്നത്? അവൾ സംശയത്തോട് ചോദിച്ചു. അതെ, അവൾ വെക്കേഷന് നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നാ നിൽക്കുന്നത്. ഷിതു ചേച്ചിയുടെ അനിയത്തിയല്ലേ? അവൻ തിരികെ പറഞ്ഞു. അവളെ നോക്കാനും അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പപ്പയും മമ്മിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ഓരോ വീട്ടിൽ കയറി വരുന്നത് അല്ലേ? അവൾ പെട്ടെന്ന് അവനോടായി ചോദിച്ചു. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റയാൻ തിരികെ ചോദിച്ചു. അല്ല, ചാർലി ചായൻ ചേച്ചിയെ വിവാഹം കഴിച്ചു, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുപോലെയാണോ നീയും നിന്റെ ക്രിസ്റ്റി ചായനും? നിങ്ങൾ രണ്ടുപേരും ഇനി വിവാഹം കഴിക്കാൻ നിൽക്കുന്നവരല്ലേ? അങ്ങനെ രണ്ട് ആണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇവളിങ്ങനെ കയറി വന്ന് താമസിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പപ്പയും മമ്മിയും ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല. ഇതിൽ തെറ്റെന്താണെന്ന് എനിക്കവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതിപ്പോൾ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ. അവൾ സ്വയം മനസ്സിലാക്കുന്നതുമില്ല. മാത്രമല്ല റയാൻ, ഈ പറയുന്ന ഷീത ചേച്ചിയുടെ സ്വന്തം അനിയത്തിയൊന്നും അല്ലല്ലോ അവള്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് വലിഞ്ഞു കയറി വന്നിട്ട് ഇങ്ങനെ താമസിക്കുകയല്ലേ ആ പെണ്ണ് ചെയ്യുന്നത്? ബാംഗ്ലൂരിലൊക്കെ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ടും വകതിരി വന്ന് പറയുന്ന സാധനം ഒട്ടും ഇല്ല അല്ലേ? അവൾ കളിയാക്കുന്ന രീതിയിൽ അവനോട് ഓരോന്നും റിയയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റോപ്പ് ഇറ്റ് നിമ്മി. അത് കേട്ടതും അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരുന്ന നിമ്മി ഒരു നിമിഷം ഭയന്നു. നിമ്മി, ലുക്ക്, ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സാണ്. ആൻഡ് നീ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം അത് പുറത്തുനിന്നും ഒരാൾക്ക് തോന്നണ്ട. കാര്യം നീ എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ്, ബട്ട് നീ എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ? അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഞാൻ അത് കേട്ടതും അവന് താൻ പറഞ്ഞതൊക്കെ നന്നായിട്ട് ഫീലായെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങി. മതി നിമ്മി, ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് തന്നെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്. തന്നെ വിളിച്ച സമയത്ത് ലക്ഷ്മിയെ വിളിച്ചാൽ മതിയായിരുന്നു. ആൻഡ് ഷീസ് ഇന്നസെൻറ്റ്. അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചു. നിമ്മി അവളുടെ വീടിൻ്റെ സിറ്റൗട്ടിലുള്ള ബീൻ ബാഗിലേക്കിരുന്നു. ഷേ, പറഞ്ഞതൊക്കെ കുറച്ച് ഓവറായിപ്പോയി. അത്രയും അവളെ നെഗറ്റീവാക്കുന്ന രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു. ഇതിപ്പോൾ അവൻ്റെ മുൻപിൽ എരികേറ്റി കൊടുക്കുന്ന പെണ്ണായി മാറിയല്ലോ ഞാൻ. അല്ലെങ്കിൽ തന്നെ അവളെ പറഞ്ഞപ്പോൾ റിയാൻ ഇത്രത്തോളം ഫീലാകേണ്ട കാര്യം എന്താ? അപ്പോൾ ലക്ഷ്മി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ? അവൻ്റെ മനസ്സിലെവിടെങ്കിലും റിയ? നോ, അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. കോളേജിൽ കയറിയ ഫസ്റ്റ് ദിവസം മുതൽ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയവൻ അറിയാൻ. അവന് വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിക്കുന്നത്. അവനിങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്ന പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് ആദ്യത്തെ ദിവസം തന്നെ താൻ മനസ്സിലാക്കിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ഓരോന്നും അവനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ആയിരുന്നു താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്ത് സംഭവിച്ചാലും അവൻ്റെ മനസ്സിൽ റിയ ഉണ്ടാകാൻ പാടില്ല. അവൾ ദേഷ്യത്തോടെ ചിന്തിച്ചു. പ്രോഗ്രാമിന് ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി ചെന്ന് നിൽക്കുകയാണവൾ. മുൻപിലേക്ക് ചെന്ന് നിന്നതും അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റിയാണ് അവൾ കണ്ടത്. അവൻ്റെ ചിരിയും അവളെ മൊത്തത്തിലുള്ള ഒഴിഞ്ഞു നോക്കുന്ന നോട്ടവുമൊക്കെ അവളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിച്ചു എന്ന് തന്നെ പറയാം. അവൾ മൈക്കിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്ന് കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. എങ്ങനെയോ 3 വരിയിൽ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടുകയായിരുന്നു. ിറങ്ങി അവൾ ചെന്നിടിച്ചത് ആരുടെയോ ശരീരത്തിലേക്കാണ്. താൻ വീണു എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും വീഴാതെ ആ ബലിഷ്ഠമായ കൈകൾ തന്നെ പിടിച്ചിരുന്നു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. വീണില്ല എന്ന് മനസ്സിലായതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബെന്നി സർ. അവൻ പെട്ടെന്ന് അവളെ നേരെ നിർത്തി. സോറി സർ, കാലൊന്ന് സ്ലിപ്പായി, അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ തന്നെയായിരുന്നു, കണ്ണുകൾ അവളുടെ മുഖത്തും. എന്നാൽ അവളതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സ്റ്റേജിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന ക്രിസ്റ്റി അത് കണ്ടതും പരിസരം പോലും നോക്കാതെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ്. വീഴാതെ നോക്കണ്ടേ ഋഷിക ടീച്ചറെ? ബെന്നി അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഡി! പെട്ടെന്ന് ക്രിസ്റ്റിയുടെ അലർച്ച ആ ഓഡിറ്റോറിയം മുഴുവൻ മുഴുകി. ബെന്നി അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പിടി യാന്ത്രികമായി വിട്ടു. ഋഷു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കി മുഷ്ടി ചുരുട്ടി പല്ലുറുമിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ.
എൻ്റെ മാതാവേ, കടുവയും തന്നെ പിച്ചി ചീന്തും, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെന്നിയെ നോക്കി. ഋഷിക, ബെന്നി പതിയെ അവളെ വിളിച്ചു. എൻ്റെ പൊന്ന് സാറേ, ഞാൻ വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിക്കണം. എന്തിനാ സാറിനെ പിടിക്കാൻ വന്നത്? അവൾ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ക്രിസ്റ്റി എപ്പോഴും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സർ, ഒരു ടീച്ചർ ചെന്ന് അവനെ പതിയെ വിളിച്ചു. അവൻ അതേ ഗൗരവത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. സോറി. പെട്ടെന്ന് ടീച്ചേഴ്സ് ഉൾപ്പെടെ കുട്ടികളെല്ലാവരും അവനെ തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടതും ക്രിസ്റ്റി പതിയെ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. കണ്ണുകൾ രണ്ടുമൂന്ന് അടച്ചു തുറന്നു. ഓ, ഞാൻ താൻ വീഴാതെ പിടിച്ചതല്ലേ. താൻ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വീണ കുട്ടികളെല്ലാവരും ചിരിക്കില്ലേ? ബെന്നി അവളെ നോക്കി മറുപടി പറഞ്ഞു. സാറിൻ്റെ നല്ല മനസ്സെന്താണെന്ന് എനിക്കറിയാം. പക്ഷെ സാറിന് കടുവയുടെ സ്വഭാവം അറിയില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അവൾ എന്താ പറഞ്ഞതെന്ന് ഓർത്തത്. അവൾ പെട്ടെന്ന് തന്നെ നെറ്റിയിൽ കൈവച്ചു. ശേഷം ഒരൊറ്റ ഓട്ടമായിരുന്നു അവിടുന്ന്. കടുവയോ? ഋഷിക ടീച്ചർ കടുവയെന്ന് ഉദ്ദേശിച്ചത് ആരെയായിരിക്കും? അവൻ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നു. അതെ സർ. ആതിര അവനെ നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ ആതിരയുടെ മുഖത്തേക്ക് നോക്കി. അവളെ എങ്ങോട്ടാ ഓടിപ്പോയത്? ആതിര അവനെ നോക്കി ചോദിച്ചു. അറിയില്ല ആതിര ടീച്ചറെ. ഋഷിക ടീച്ചർ കടുവയെന്നോ മറ്റോ പറഞ്ഞിട്ട് പോയി. എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ടീച്ചർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറി പിടിച്ചത്. പക്ഷെ ഞാൻ ചെയ്തത് എന്തോ തെറ്റെന്ന പോലെയാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. ടീച്ചർ വീഴട്ടെ എന്ന് കരുതണം, എന്തിനാ പിടിക്കാൻ ചെന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ടീച്ചറിനെ പിടിച്ചു നിർത്തിയത്. അവൻ ചെയ്തത് എന്തോ തെറ്റാണെന്നുള്ള രീതിയിൽ വിഷമത്തോടെ അവൻ അവളെ നോക്കി പറഞ്ഞു. അത് സാറ് കാര്യമായിട്ട് എടുക്കണ്ട. അവളെ നമ്മുടെ ക്രിസ്റ്റി സാറിനെയാണ് കടുവയെന്ന് വിളിക്കുന്നത്. അവർ ഫാമിലി ഫ്രണ്ടോ മറ്റോ ആണ്. ആതിര അവനെ നോക്കി മറുപടി പറഞ്ഞു. ക്രിസ്റ്റി സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നോട്ടം മുഴുവൻ ബെന്നിയായിരുന്നു. ആതിര പറയുന്നത് കേട്ടതും അവൻ തിരിച്ചു ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ബെന്നി നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് ക്രിസ്റ്റി അവനെ നോക്കാതെ നേരെയിരുന്നു. അതെയോ? ചുമ്മാ അതല്ല സാറ് ദേഷ്യപ്പെട്ട് ടീച്ചറിനെ വിളിച്ചത്. ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അവർ തമ്മിൽ ഫാമിലി ഫ്രണ്ട് മാത്രമാണോ ടീച്ചർ? ബെന്നി സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ, മറ്റൊന്നുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ബെന്നി സാറിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. അവൾ ചിരിയോടെ അവനെ നോക്കി. എൻ്റെ മനസ്സിലോ? ആതിര ടീച്ചർ എന്തായി പറയുന്നേ? അവൻ ഒന്നും അറിയാത്തതുപോലെ അവളോട് തിരികെ പറഞ്ഞു. സാർ എന്നോട് കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ സാർ ഇവിടെ എത്തിയത്. സാറിൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ചെന്ന് പറയാൻ നോക്ക്. അവൾക്ക് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ വീട്ടിൽ കല്യാണാലോചനയൊക്കെ ഉണ്ടെന്ന് അവളിങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതാണ് നല്ലത്. അതൊരു അവനെ നോക്കി പറഞ്ഞിട്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ബെന്നി ആലോചനയോടുകൂടി അവിടെ തന്നെ നിന്നു.